തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ 7-9 വോള്യങ്ങളിലായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ടി.എൻ. പ്രതാപൻ്റെ തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ അത് ഞങ്ങളുടെ പുറത്തു വന്നു. പി. രാജീവൻ്റെ തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ പുറത്തു വന്നു. അപ്പോൾ ആ കൂട്ടത്തിലുള്ള പുസ്തകമായിട്ടാണ് ഞങ്ങൾ ONVയുടെ ഗദ്യ ലേഖനം സ്വാഭാവികമായിട്ട് ലേഖനങ്ങൾ എന്നുള്ളൊരു സങ്കല്പവുമായി ഞങ്ങൾ മുന്നോട്ട് വന്നത്. അപ്പോൾ അതങ്ങനെ വരുന്ന സമയത്ത് 1300ഓളം പേജുകൾ, ഇപ്പം പെരുമ്പങ്കോട് സാറ് പറഞ്ഞതുപോലെ 14ഓളം പുസ്തകങ്ങളിൽ കിടക്കുന്നതും അതല്ലാതെ വന്ന കുറച്ച് ഓർമ്മക്കുറിപ്പുകൾ, ചില മരണത്തിൻ്റെ ഘട്ടങ്ങളിൽ അല്ലാതെയുള്ള ഘട്ടങ്ങളിലൊക്കെ എഴുതിയ ചില പുസ്തകങ്ങളും. അപ്പോൾ ആ ലേഖനങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്തിക്കൊണ്ടാണ് ഈ 1300 പേജിൽ 2 വോള്യങ്ങളായിട്ട് പുസ്തകങ്ങൾ ഇറങ്ങാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും എനിക്ക് ഇതെന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊരു സബ്ജക്റ്റ് ഹരിതം ബുക്സ് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കിപ്പോഴും ഒരു ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് ജോലി ചെയ്യുന്നു. MBA ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ബന്ധവുമില്ല. ഈ ചങ്ങാതിയുടെ നാട്ടിലേക്ക് വളരെ അത്യാവശ്യത്ത് കോഴിക്കോട് നിന്ന് പോവുകയാണ് കണ്ണൂരേക്ക്. ഈ കണ്ണൂരേക്ക് പോകുന്ന സമയത്ത് M. മുകുന്ദൻ അവിടെ ഒരു സ്വീകരണം നടക്കുന്നുണ്ടായിരുന്നു. ONV ആയിരുന്നു അന്നത്തെ പ്രഭാഷകൻ. അപ്പം അവൻ എന്നോട് പറഞ്ഞ വാക്കുകളാണ്, പ്രതാപേട്ട ഞാൻ എല്ലാം മറന്നു, പോകേണ്ട കാര്യങ്ങൾ മറന്നു, ഒഴുകി 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 മയ്യഴിപ്പുഴ ഒഴുകുന്നത് പോലെ, നിളാനദി ഒഴുകുന്നത് പോലെ, ഇപ്പോഴത്തെ നിലയല്ല, തട്ടിത്തടഞ്ഞ് ഒഴുകുന്ന നിലയല്ല, ആദ്യകാലത്തുള്ള ഒഴുകുന്നത് പോലെ, 10-15 കൊല്ലം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, ഒഴുകുന്നത് പോലുള്ള ഈ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എല്ലാം മറക്കുകയും അവിടെ വണ്ടി ഇറങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം ONVയുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ധാരാളം അവസരങ്ങളുണ്ടായിട്ടുണ്ട്. കവിത തുളുമ്പുന്ന ഭാഷയിലുള്ള ലേഖനങ്ങളും പുസ്തകങ്ങളും, ടാഗോറിനെ കുറിച്ചുള്ള പുസ്തകം, എഴുത്തച്ഛനെ കുറിച്ചുള്ള പുസ്തകം, അതല്ലാതെയുള്ള മറ്റു കവിതയെക്കുറിച്ചുമൊക്കെയുള്ള പുസ്തകങ്ങൾ, ഇത് സമാഹരിക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 25ാം വർഷത്തിൽ ഞങ്ങൾ ഒരു ദൗത്യമായിട്ട് ഏറ്റെടുത്തത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചർച്ച വരുമ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ആര് വേണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. അതൊന്ന് പെരുപ്പങ്കോട് മുരളിയായിരുന്നു, മറ്റൊന്ന് സോമൻ സാറാണ്. പെരുപ്പങ്കോട് സാറിൻ്റെ 2 പുസ്തകങ്ങൾ ചെയ്തൊരു ബന്ധവും ഞങ്ങൾക്ക്, പെരുപ്പങ്കോട് സാറിൻ്റെ 2 നാടകങ്ങൾ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ബന്ധവുമുണ്ട്. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് കേൾക്കേണ്ടത് എന്നെയല്ല അവരെയാണ് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അപ്പം ONVയുടെ ഗദ്യ സൗന്ദര്യം എന്നാണ് ഇതിനെ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന സബ്ജക്റ്റ്. ഇതിനെ മോഡറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡോക്ടർ ആശാ നജീബാണ്. ആശാ നജീബ് നിങ്ങൾക്കറിയാം, എഴുത്തുകാരിയാണ്, അധ്യാപികയാണ്, MG കോളേജിലെ പ്രൊഫസറാണ്. അപ്പം അവരെ ഇതിൻ്റെ മോഡറേറ്റ് ചെയ്യാൻ്റെ ഭാഗമായിട്ട് അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, അവരെ ഞാൻ ക്ഷണിക്കുന്നു. പെരുപ്പങ്കോടിനെയും മറ്റവരെയും ഞാൻ ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നില്ല, കാരണം എന്നേക്കാൾ കൂടുതൽ ഇവിടെ നിൽക്കാനും ഈ കാര്യം സംസാരിക്കാനും യോഗ്യർ അവരാണ് എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ആശാനജി. പ്രിയപ്പെട്ടതാണ്. ഒന്നെൻ്റെ അധ്യാപകനും, ഒന്ന് വെഞ്ഞാറമൂട് വെഞ്ഞാറമൂടിന് സമീപം പിരപ്പങ്കോട് വാസിയും നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവും ഒക്കെ ആയ എഴുത്തുകാരനും നാടക സംവിധായകനും രചയിതാവും, ശരിക്കും വിശേഷണങ്ങൾക്ക് അതീതനെന്ന് പറയാവുന്ന ശ്രീ പിരപ്പങ്കോട് മുരളി സാർ, രണ്ടുപേരെയും ONVയുടെ ഗദ്യ സൗന്ദര്യം എന്ന ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ONV പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല, ഏവർക്കും അറിയാവുന്ന മലയാളത്തിൻ്റെ പ്രിയ കവിക്ക് ഉപരി നമ്മൾ കവി എന്ന ഒരു സർക്കിളിൽ നിർത്തുന്നതിലുപരി നാടകത്തിലൂടെയും വിവർത്തനത്തിലൂടെയും മലയാള സാഹിത്യത്തിന് ഗദ്യത്തിൻ്റെതായ ധാരാളം കൃതികൾ ഇദ്ദേഹം നൽകിയിട്ടുണ്ട്. കവിതയിലെ പ്രതിസന്ധി, താമരപ്പൊയ്ക, പാതേയം, കാൽപ്പനികം, പുഷ്കിൻ, സ്വാതന്ത്ര്യബോധത്തിൻ്റെ ദുരന്തഗാഥ, ഓർമ്മയുടെ പുസ്തകം, നടക്കാവുകളിലൂടെ എന്നിങ്ങനെ നിരവധി കൃതികൾ, ഗദ്യകൃതികൾ. അപ്പോൾ ONVയുടെ അതിമനോഹരമായ ഗദ്യ സൗന്ദര്യം തുളുമ്പുന്ന കൃതികളിലൂടെ നമുക്ക് ഈ ചർച്ചയിലൂടെ പോവാം.
ഏറ്റവും ബഹുമാന്യനായ ശ്രീ പിരപ്പങ്കോട് മുരളി സാറിനെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യും. കേരളത്തിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ കൊടി ഉയർത്തിപ്പിടിച്ച ഏക മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അരിവാളും രാക്കുയിലും മുതൽ അദ്ദേഹത്തിൻ്റെ ആദ്യകാല കൃതികളെല്ലാം തന്നെ മലയാളത്തെ ചുവപ്പിച്ച കവിതകൾ എന്ന് പറയാവുന്ന, മലയാളത്തിലെ ചുവന്ന യുഗം എന്ന് പറയുന്ന 1950-60 വരെയുള്ള ഒരു കാലഘട്ടമുണ്ട്. അത് ONV സാറ്, തോപ്പിൽ ഭാസി, PJ ആൻ്റണി തുടങ്ങിയ ചെറുകാട് തുടങ്ങിയ പ്രമുഖ കലാകാരന്മാരുടെ ഒരു കാലഘട്ടമായിരുന്നു. അതിനുശേഷം മറ്റു പലതും സംഭവിച്ചു, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും മലയാളത്തിൻ്റെ ഏറ്റവും മഹനീയമായ ഒരു കാലമെന്ന് പറയാവുന്ന, ഏറ്റവും നല്ല കാലം എന്ന് പറയാവുന്ന ഒരു കാലമാണ് 1950-60. ആ കാലത്ത് ജീവിച്ച് അദ്ദേഹം മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ ഒരിക്കലും വിസ്മരിക്കാനാവില്ല. അതൊക്കെ ഒരു തരത്തിൽ പുനരാവിഷ്കരിച്ചതാണ് പോക്കുവയിൽ മണ്ണിലെഴുതിയതും അരികിൽ നീ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറയുന്ന ആ 2 മനോഹര പുസ്തകങ്ങളും. അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ അദ്ദേഹത്തിന് നടക്കാതെ പോയ ഒരു ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് സ്വാതിരുന്നാളിനെക്കുറിച്ച് ഒരു കാവ്യം എഴുതണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി കരുക്കൾ ശേഖരിക്കുകയും ചെയ്തു. പക്ഷേ പലപ്പോഴും കവികളെ സംബന്ധിച്ച് അവരുടെ ആഗ്രഹങ്ങൾ നടക്കാറില്ലല്ലോ. വയലാർ രാമവർമ്മ മഹാകാവ്യം എഴുതണമെന്ന് പലപ്പോഴും പറഞ്ഞ് നാട്ടുകാരോടും പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകാരോടും പറഞ്ഞിട്ടുണ്ട്, സ്വന്തക്കാരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മഹാകാവ്യം എഴുതാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സ്വാതിരുന്നാളിനെക്കുറിച്ച് വളരെയേറെ മോഹമുണ്ടായിരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് വാസ്തവത്തിൽ ഞാൻ സ്വാതിരുന്നാൾ നാടകം എഴുതാൻ തന്നെ കാരണം ONV സാറിൻ്റെ പുഷ്കിൻ പ്രസംഗമാണ്. ആ പുഷ്കിനെക്കുറിച്ച് 1987 നമ്മുടെ റഷ്യൻ കൾച്ചറൽ സെൻ്ററിൽ നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിൽ പുഷ്കിൻ്റെ ആഭ്യന്തര സംഘടനകളെക്കുറിച്ച്, മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞത് സാക്ഷാൽ സ്വാതിരുന്നാളിലാണ്. ആ സ്വാതിരുന്നാളിൻ്റെ ആത്മസംഘർഷങ്ങൾ കേട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ ഒരർത്ഥത്തിൽ സ്വാതിരുന്നാൾ ഒരു നാടകം എഴുതാൻ വ്യക്തിപരമായി എൻ്റെ അനുഭവങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് എഴുതാൻ തയ്യാറായത്. പക്ഷേ 39 കൃതികൾ എഴുതിയ ONV സാറിന് സ്വാതിരുന്നാളിനെക്കുറിച്ച് മാത്രം എഴുതാൻ കഴിഞ്ഞില്ല. ചില കവിതകളിൽ ചില സൂചനകൾ ഒഴിച്ച് ബാക്കിയൊന്നും അദ്ദേഹം സാധിച്ചില്ല. പക്ഷേ നമ്മുടെ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ പ്രതാപന്തായിട്ട് പറഞ്ഞു, അദ്ദേഹം ആനുഷംഗികമായി പല ആനുകാലികങ്ങളും എഴുതിയ ലേഖനങ്ങളുണ്ട്. ആ ലേഖനങ്ങളടക്കം സമാഹരിക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ONV സാറിനെക്കുറിച്ച് സമഗ്രമായൊരു ഗ്രന്ഥം തയ്യാറാക്കിയ ഒരാളാണ്. അതുകൊണ്ട് ഈ ഗദ്യകൃതികളെക്കുറിച്ചും ഓരോന്നിനെക്കുറിച്ചും എനിക്ക് പറയാനുണ്ടാവും. അത് പറഞ്ഞാൽ ഡോക്ടർ സോമൻ പോലെയുള്ള ഒരാളെ ഇവിടെ ഇരുത്തിയിട്ട് അത് പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് ആ അവസരം വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഏറെ നന്ദി സാർ. ONVയുടെ ഗദ്യ സൗന്ദര്യത്തിൻ്റെ മഹനീയ തലങ്ങളിലേക്ക് നമ്മെ ഏവരെയും കൊണ്ടുപോയ പിരപ്പങ്കോട് മുരളി സാറിന് ഏറെ നന്ദി രേഖപ്പെടുത്തുന്നു ഹരിതം ബുക്സിൻ്റെ പേരിൽ. ആർപ്പുവിളിയുടെ ഉന്മാദത്തേക്കാൾ നിശബ്ദതയിൽ മുറിഞ്ഞൊഴുകുന്ന ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ പെറുക്കിക്കൂട്ടിയിരുന്ന കവിയായിരുന്നു ONV. ONVയുടെ ഗദ്യ സൗന്ദര്യത്തിൻ്റെ തലങ്ങളിലേക്ക് നമ്മെ ആനയിക്കുന്നതിനായി മലയാളത്തിൻ്റെ പ്രിയ നിരൂപകനും എഴുത്തുകാരനും ONVയുടെ കവിജന്മങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവും ഒക്കെയായ എൻ്റെ അധ്യാപകനും ഒക്കെയായ ഡോക്ടർ P. സോമൻ സാറിനെ
ക്ഷണിക്കും. ഇത്രയും പ്രിയപ്പെട്ട പ്രഭംകുടി മുരളി സാർ, പ്രതാപൻ തായാട്ട്, ആശ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ONV സാറ് BA-ക്കും MA-ക്കും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. 5 വർഷം. 1975 ഞാൻ MA കഴിഞ്ഞത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും. 2025 ആകുമ്പോഴത്തേക്ക് 50 വർഷമാവുകയാണ്. സാറ് എന്നെ പഠിപ്പിച്ചതിൻ്റെ 50 വർഷം. എനിക്ക് 72 വയസ്സായി. മാത്രമല്ല, ഈ സാറിൻ്റെ ഗദ്യകൃതികൾ സമാഹരിച്ച് പ്രസിദ്ധീകരിക്കുന്നു എന്നറിഞ്ഞതിൽ ഏറ്റവും വലിയൊരു സന്തോഷം കൂടിയുണ്ട് എനിക്ക്. കാരണം ആശാൻ സ്മാരകത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കുമാരനാശാൻ്റെ സമ്പൂർണ്ണ കൃതികൾ 4 വോളിയൂംസ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു. അത് 2 വോളിയൂംസ് എന്ന് പറയുന്നത് ഗദ്യകൃതികളാണ്. വാസ്തവത്തിൽ ആശാൻ ആരായിരുന്നു എന്ന് ശരിക്കും മനസ്സിലാകണമെങ്കിൽ ആശാൻ്റെ ഗദ്യകൃതികൾ വായിക്കണം. ഗദ്യകൃതികൾ വായിച്ചിട്ട് ആശാൻ്റെ കാവ്യലോകത്തേക്ക് പ്രവേശിക്കാവൂ. ആശാൻ്റെ ചിന്താലോകം മുഴുവൻ കിടക്കുന്നത് ഗദ്യകൃതികളാണ്. അദ്ദേഹം എഴുതിയ മുഖപ്രസംഗങ്ങൾ, അദ്ദേഹം പ്രജാസഭയിൽ ചെയ്ത പ്രസംഗങ്ങൾ, അദ്ദേഹം SNDP യോഗത്തിന് അവതരിപ്പിച്ച റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ വിയോഗദയത്തിലും പ്രഭാതത്തിലൊക്കെ എഴുതിയ ലേഖനങ്ങൾ, ഇതിൽ എങ്ങനെയാണ് ആശാൻ തൻ്റെ സമകാലികമായ സംഭവങ്ങളോട് അല്ലെങ്കിൽ സമകാലിക ചരിത്ര സംഭവങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചതെന്നും ആ പ്രതികരണം എങ്ങനെയാണ് കവിതയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്, ഇമേജറികളായി കയറി വന്നിരിക്കുന്നത് മനസ്സിലാവണമെങ്കിൽ ആശാൻ്റെ ഗദ്യകൃതികൾ പൂർണ്ണമായിട്ടും വായിക്കണം. അതുപോലെ ONV സാറിൻ്റെ കവിതയെക്കുറിച്ച് ഏറെക്കുറെയൊക്കെ സമഗ്രമായിട്ട് കടന്നു പോകാനൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗദ്യകൃതികളും അദ്ദേഹത്തിൻ്റെ ഗദ്യലോകവും കാവ്യലോകവും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് അദ്ദേഹത്തിൻ്റെ ഗദ്യകൃതികളുടെ സമാഹാരം ഇപ്പോഴും വന്നിട്ടില്ല. അത് വരുമ്പോൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ കാവ്യലോകത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ പഠനം പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. കാരണം ഇപ്പോൾ നേരത്തെ മുരളി സാർ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് 2 കൃതികൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഗദ്യകൃതികൾ എന്ന് പറയുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെക്കുറിച്ചും അതുപോലെ എഴുത്തച്ഛനെക്കുറിച്ച്, കാളിദാസനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സമകാലികമായ സാഹിത്യത്തെയും പുരോഗമന സാഹിത്യത്തെയൊക്കെ അത് എങ്ങനെ കാണുന്നു, എങ്ങനെ അത് നോക്കി കാണുന്നു, അത് അദ്ദേഹത്തിൻ്റെ കാവ്യലോകത്തെയും കാവ്യ സമീപനത്തെയും എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗദ്യലേഖനങ്ങൾ നമുക്ക് കിട്ടണം. പ്രത്യേകിച്ചും കവിതയും വിപ്ലവ കവിതയും എന്നൊരു സമാഹാരത്തിൽ അദ്ദേഹം കവിതയെക്കുറിച്ച് 2 ലേഖനങ്ങൾ ദീർഘമായ 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ കാവ്യ സമീപനം, അദ്ദേഹം എങ്ങനെയാണ് അതുപോലെ എഴുത്തച്ഛനെ കുറിച്ച് അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തി, അത് കൃതിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എഴുത്തച്ഛനെ പോലൊരു ഒരു കവിയെ എങ്ങനെ വിലയിരുത്തുന്നു. മലയാളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മലയാളത്തിലെ കവികൾക്കെല്ലാം പ്രിയപ്പെട്ട കവികളെന്ന് പറയുന്നത് കാളിദാസനും മറ്റൊന്ന് എഴുത്തച്ഛനും. എഴുത്തച്ഛനെയും കാളിദാസനെയും കടന്നു പോകാത്ത കവികൾ ആരുമില്ല. സംസ്കൃതത്തിൽ കാളിദാസൻ, പിന്നെ വാൽമീകി, രാമായണം, മഹാഭാരതം. അപ്പോൾ മഹാഭാരതം, വാൽമീകി രാമായണം, കാളിദാസൻ, ഇത് 3ഉമാണ് നമ്മൾ മലയാള കവികളെ ആഴത്തിൽ സ്വാധീനിച്ചിരിക്കുന്ന സംസ്കൃത കവികൾ. മലയാളത്തിലാകട്ടെ കുഞ്ചൻ നമ്പ്യാരേക്കാൾ ചെറുശ്ശേരിയേക്കാൾ നമ്മുടെ മലയാള കവികളെ മുഴുവൻ സ്വാധീനിച്ചിരിക്കുന്നത് എഴുത്തച്ഛനാണ്. എഴുത്തച്ഛനെക്കുറിച്ചുള്ള കവിതകൾ ഇപ്പോൾ എഴുത്തച്ഛൻ യൂണിവേഴ്സിറ്റി ഒരു സമാഹാരം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, എഴുത്തച്ഛനെക്കുറിച്ചുള്ള കവിതകളുടെ സമാഹാരം, കവികൾ എഴുതിയ സമാഹാരം. അപ്പോൾ എഴുത്തച്ഛനെക്കുറിച്ച് കവിതകൾ എഴുതാത്ത കവികളില്ല. അപ്പോൾ എങ്ങനെയാണ് എഴുത്തച്ഛനെ അദ്ദേഹം ലേഖനത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നതും എഴുത്തച്ഛനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കവിതയിലൂടെ അദ്ദേഹം എങ്ങനെയാണ് എഴുത്തച്ഛനെ നോക്കിക്കാണുന്നതും എന്ന് മനസ്സിലാവണമെങ്കിൽ ഈ സമാഹാരങ്ങൾ, ഗദ്യത്തിൻ്റെ സമാഹാരങ്ങൾ കൂടി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് ഇത് സമാഹരിക്കുന്ന ഹരിതം ബുക്സിനും അതുപോലെ തന്നെ തായാട്ടിനും പ്രതാപൻ തായാട്ടിനും പ്രത്യേകം അഭിനന്ദനം കൂടി അറിയിക്കുകയാണ്. കാരണം ഇതുകൂടെ വന്നെങ്കിൽ മാത്രമേ ONV സാറിൻ്റെ കവിതകളെക്കുറിച്ചുള്ള സമഗ്രമായ പഠനം പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. പിന്നെ ONV സാറ് എൻ്റെ ഗുരുനാഥനായിരുന്നു 5 വർഷം. പിന്നെ സാറിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു. ഞാൻ വിമൻസ് കോളേജിൽ
തലശ്ശേരിയിൽ നിന്ന് വിമൻസ് കോളേജിലേക്ക് വരുമ്പോൾ സാർ അവിടെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ സാറിൻ്റെ കൂടെ അങ്ങനെ സഹപ്രവർത്തകനായി പ്രവർത്തിക്കാനും കഴിഞ്ഞു. ആ ഒരു ഭാഗ്യവും കൂടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഗുരുനാഥനാണ്, സഹപ്രവർത്തകനായിരുന്നു. അതോടൊപ്പം തന്നെ സാറിൻ്റെ സമ്പൂർണ്ണ കൃതികൾക്ക് അവതാരിക എഴുതാനുള്ള ഭാഗ്യവും കൂടി സാർ എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ അവതാരിക എഴുതുകയും ചെയ്യും. ഇപ്പോൾ നിരൂപകൻ എന്ന രീതിയിൽ സാറുമായിട്ടുള്ള ബന്ധം, ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ സാറുമായിട്ടുള്ള ബന്ധം, സഹപ്രവർത്തകൻ എന്ന രീതിയിലുള്ള സാറുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെ പല രീതിയിലുള്ള ബന്ധങ്ങൾ സാറുമായിട്ട് ഉണ്ട്. അതിൻ്റെ എല്ലാം കൂടി ഫലമായിട്ട് ഇതെങ്ങനെയാണ് ഈ ബന്ധങ്ങൾ ഇത് സാറിൻ്റെ ആഴത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതെങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗദ്യകൃതികളിലൂടെ കടന്നു വന്നിരിക്കുന്നു. പലപ്പോഴും കവിതയിൽ പറയാത്തതാണ് ഗദ്യകൃതിയിലേക്ക് കടന്നു വരിക. കവിതയിലൊരു കവിതയെന്ന് വെച്ചാൽ ആത്മാവിഷ്കാരമാണ്. സാറിൻ്റെ ക്ലാസ്സുകൾ പോലും ആത്മാവിഷ്കാരമാണ്. കാരണം താമസിച്ച് സാർ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ് എന്ന് വേഴ്സ്വർത്ത് കവിതയെ നിർവഹിച്ചിരിക്കുന്ന പോലെ ഒന്നാണ് സാറിൻ്റെ ക്ലാസ്. അതൊരു ഒഴുക്കാണ്. താമസിച്ച് വരുന്ന കുട്ടികളോട് പറഞ്ഞു, ചോദിച്ചിട്ട് കയറരുത്, വന്ന് കയറിയിരുന്ന് കൊള്ളണം. കാരണം സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ ക്ലാസ് മുറിഞ്ഞു പോകും, ആ ഒഴുക്ക് മുറിഞ്ഞു. പിന്നെ സാറ് വളരെ ദേഷ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് കുട്ടികൾ താമസിച്ച് കാരണം ഞങ്ങളൊക്കെ ദൂരെ നിന്ന് വളരെ ഗ്രാമങ്ങളിൽ നിന്നാണ് വരുന്നത്, ബസ്സൊക്കെ കിട്ടി വരാനൊക്കെ വൈകും ചിലപ്പോൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് താമസിച്ച് വരുമ്പോൾ സാറിൻ്റെ ക്ലാസ്സിൽ പുറകെ കൂടി വന്ന് ബാക്കിൽ കയറി മിണ്ടാതെ കയറിങ്ങിരിക്കും. സാറ് പറഞ്ഞിട്ടുണ്ട്, ആരും ക്ലാസ്സിൽ ചോദിച്ചിട്ട് കയറരുത്, കയറിങ്ങിരുന്ന് കൊള്ളണം. അപ്പം അങ്ങനെ സാറിൻ്റെ ആ ഒരു ക്ലാസ്സിലെ ഒഴുക്ക്, ക്ലാസ്സിൽ അതുപോലെ നേരത്തെ മുല്ല സാർ സൂചിപ്പിച്ച പോലെ ആ പ്രസംഗത്തിൻ്റെ ഒഴുക്ക്, ആ ഗദ്യഭാഷണത്തിൻ്റെ ഒഴുക്ക്, വാസ്തവത്തിൽ അതിൽ നിരൂപണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ പോലും വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. അത്രമാത്രം ഒഴുക്കേറിയ ഒരു പ്രഭാഷണമാണ് സാറിൻ്റെ. കാരണം ഈ കൊച്ചു നമുക്ക് ചിരപരിചിതങ്ങളായ ചില അനുഭവങ്ങൾ ഇങ്ങനെ ക്ലാസ്സിൽ വിശദീകരിച്ചുകൊണ്ടാണ് കവിതയുടെ ആഴത്തിലേക്ക് ഇറങ്ങി പോകുന്നത്. ഇപ്പോൾ വൈലോപ്പിള്ളിയുടെ വിട, MA-ക്ക് വിടയെ പഠിപ്പിക്കുകയും സാഹിത്യ നിരൂപണം, അതുപോലെ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ സാഹിത്യ നിരൂപണം പഠിപ്പിച്ചത് ONV സാറാണ്. MA-ക്ക് BA-ക്ക് പഠിപ്പിച്ചത് ഉണ്ണിനീല സന്ദേശമാണ്. ആ ഉണ്ണിനീല സന്ദേശത്തിൻ്റെ പുസ്തകം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ MA-ക്ക് സാറ് ക്ലാസ്സിൽ പറഞ്ഞ നോട്ടുകൾക്ക് പറഞ്ഞ വെസ്റ്റേൺ നഷ്ടപ്പെട്ടു പോയി, ഈസ്റ്റേൺ ക്രിറ്റിസിസത്തിൻ്റെ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ കുറിച്ച നോട്ട് ബുക്ക് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞ ആ ഒഴുക്ക്, ആ ഒരു ക്ലാസ്സിൻ്റെ ഒഴുക്ക്, പ്രഭാഷണത്തിൻ്റെ ഒഴുക്ക് ഒരു പരിധിയോളം ലേഖനങ്ങളിലും വന്നിട്ടുണ്ട്. അത്രമാത്രം കവിത പോലെ തന്നെ വളരെ മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ ഗദ്യവും. വായിച്ചു പോകാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും നല്ല ഒരു ഒഴുക്കേറിയ ഭാഷയിലാണ് സാറ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഗദ്യം എന്ന് പറയുന്നത് കവിതയിൽ ഒരു എഴുത്തുകാരൻ്റെ കവിതയിലേക്ക് കടക്കാനുള്ള, ONV സാറിനെ പോലുള്ള ഒരു എഴുത്തുകാരൻ്റെ കവിതയിലേക്ക് കടക്കാനുള്ള ഒരു വലിയ ഒരു വഴിയാണ്, കൈവഴിയാണ്. അത് വൈലോപ്പിള്ളിയുടെ കാവ്യലോക സ്മരണകൾ വായിക്കുമ്പോൾ മാത്രമാണ് വൈലോപ്പിള്ളിയുടെ കവിത്വം എങ്ങനെ രൂപപ്പെട്ടു, വ്യക്തിത്വം എങ്ങനെ രൂപപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഗദ്യകൃതികൾ കൂടി, ONV-യുടെ ഗദ്യകൃതികൾ കൂടി കടന്നു വരുമ്പോൾ, നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ കാവ്യചിന്തകളും സൗന്ദര്യബോധവും എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നും അതെങ്ങനെയാണ് അദ്ദേഹം കവിതയിലും ഗദ്യത്തിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കണമെങ്കിൽ ആ ഗദ്യകൃതികൾ കൂടി കിട്ടേണ്ടതുണ്ട്. അതിനുദാഹരണം പറഞ്ഞാൽ ഈ പറഞ്ഞ ആശാൻ്റെ ഗദ്യകൃതികളുടെ സ്ഥിതിയാണ്, ഒരു അവസ്ഥയാണ്. ആ ഗദ്യകൃതികൾ വായിച്ചെങ്കിൽ മാത്രമേ ആശാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് ദുരവസ്ഥയും ചണ്ടാലഭിഷേകയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ആശാൻ്റെ കവിതയിൽ തന്നെ ഒരു വളർച്ചയുണ്ട്. അത് ONV സാറിലും കാണാം. ആശാൻ സ്തോത്രകൃതികൾ എഴുതി 1898 ബംഗാളിലേക്ക് പോയി. 1900 2 വർഷം ബംഗാളിൽ താമസിച്ച ശേഷം അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി വന്നു. പിന്നെ അദ്ദേഹം സ്തോത്രകൃതികൾ എഴുതിയിട്ടില്ല. പിന്നെ എഴുതുന്നത് വീണപൂവാണ്. വീണപൂ തൊട്ട് അദ്ദേഹം പിന്നെ ദുരവസ്ഥ വരെയുള്ള, അല്ലെങ്കിൽ ചിന്താവിഷ്ട സീത കഴിഞ്ഞിട്ട് പിന്നെ ദുരവസ്ഥ എഴുതുന്നു, ചണ്ടാലഭിഷേകം എഴുതുന്നു, പിന്നെ കരുണ എഴുതുന്നു. അപ്പോൾ ആദ്യത്തെ അങ്ങനെ 3 കാവ്യ ജന്മങ്ങൾ ആശാനുണ്ട്. ഒന്ന് സ്തോത്രകൃതികൾ എഴുതിയ ആശാൻ, രണ്ടാമത് ചിന്താവിഷയ സീത വരെ എഴുതി നിർത്തിയിരിക്കുന്ന ആശാൻ, 3 ദുരവസ്ഥന് ശേഷമുള്ള ആശാൻ. കാരണം ചിന്താവിഷയ സീത വരെ എഴുതുന്ന ആശാൻ സാംസ്കൃത് പോയറ്റിക്സ് ആണ് പിന്തുടരുന്നത്. സംസ്കൃതത്തിൻ്റെ വൃത്തശാസ്ത്രം, സംസ്കൃതത്തിൻ്റെ സൗന്ദര്യശാസ്ത്രം, സംസ്കൃതത്തിൻ്റെ രസധ്വനി സിദ്ധാന്തങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാവ്യങ്ങളാണ് അദ്ദേഹം ചിന്താവിഷയ സീത വരെയുള്ള കൃതികൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ
ദുരവസ്ഥയ്ക്ക് ശേഷം ദുരവസ്ഥയും ചണ്ടാലാഭിഷേകം കരുണയും എഴുതുമ്പോൾ അദ്ദേഹം പിന്തുടരുന്നത് ട്രവീഡിയൻ പൊയറ്റിക്സ് ആണ്. വ്യവസ്ഥയെല്ലാം ശിഥിലമാക്കി പാഞ്ഞു പോകുന്ന ദ്രാവിഡ വൃത്തങ്ങളിലേക്ക് അദ്ദേഹം മാറുകയാണ് കുമാരനാശാൻ. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ 3 കൃതികളും ദ്രാവിഡ വൃത്തത്തിലാണ്. അദ്ദേഹം പിന്നെ ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ തിരിച്ച് ഈ ഒരു സാംസ്കൃതിക് പൊയറ്റിക്സിലേക്ക് മടങ്ങിപ്പോകും എന്നുള്ള കാര്യം സംശയമാണ്. അദ്ദേഹം പിന്നെ പോകുന്നത് ഒരു പക്ഷേ ഈ ഒരു ട്രവീഡിയൻ പൊയറ്റിക്സിലേക്കായിരിക്കും. അതേപോലെ ONV കുറുപ്പിൻ്റെ ദാഹിക്കുന്ന പാനപാത്രത്തിൽ ശേഖരിക്കുന്ന ആദ്യകാല കവിതകൾ, അത് കഴിഞ്ഞ് ഒരു ദേവതയും 2 ചക്രവർത്തിമാരും എന്നുള്ള ഇടക്കാലത്ത് വരുന്ന കവിത, പിന്നെ ചോറൂണ്, ഈ മയിൽപ്പീലിക്ക് ശേഷം വരുന്ന ഒരു മാറ്റമുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതയിൽ. ഈ മാറ്റം പിന്നീട് ഭൂമിക്കൊരു ചരമഗീതവും അതുപോലെ സൂര്യഗീതമൊക്കെ എഴുതുന്നവരെയുള്ള ജീവിതം, അതിനുശേഷം വരുന്നൊരു മാറ്റം. ഇങ്ങനെ ഒരു കവി എന്ന് പറയുന്നത് നിരന്തരം സ്വയം മാറുകയും മാറ്റത്തിന് വിധേയമാവുകയും തൻ്റെ കാവ്യ ജീവിതത്തെയും തൻ്റെ രചനാരീതിയും ഇങ്ങനെ സ്വയം നവീകരിച്ച് മുന്നോട്ട് പോകുന്ന കവികളാണ് എക്കാലത്തും ഭാഷയിൽ സ്ഥിരമായി നിൽക്കുന്നത്. അങ്ങനെ ഒരു നവീകരണം ONV സാറിൻ്റെ കവിതയിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ഇത് നമുക്ക് കൂടുതൽ ആഴത്ത് അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗദ്യകൃതികൾ കൂടി കിട്ടിയെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ ഗദ്യകൃതികളുടെ വരവ് ഞങ്ങളും കാത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് പുറത്തു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ജീവിതത്തിൽ തൊട്ടുരുമി കടന്നുപോയവർ, മനസ്സിൻ്റെ മൃദുവായ ഏതോ കോണിൽ സ്വയം കടന്നിരുന്നവർ, സ്നേഹം കൊണ്ട് വേദനിപ്പിച്ചവർ, അകലെയായിരുന്നെങ്കിലും അടുത്തുണ്ടെന്ന് തോന്നിപ്പിച്ചവർ, അവരോരോരുത്തരും എന്നിൽ അവശേഷിപ്പിച്ച ഓർമ്മകളുടെ ലാവണ്യവും ഒരളവിൽ ഈ പാഥേയത്തിലുണ്ട് എന്ന് പാഥേയം എന്ന ഗദ്യ കൃതിയുടെ ആമുഖത്തിൽ ONV പറഞ്ഞിട്ടുള്ളത് ഓർമ്മിച്ചുകൊണ്ട് ONVയുടെ ഗദ്യ സൗന്ദര്യം എന്ന ഈ ചർച്ച അവസാനിക്കുന്നു. ഇതിൽ പങ്കെടുത്ത P. സോമൻ സാർ, പിരപ്പങ്കോട് മുരളി സാർ, പ്രതാപൻ തായട് സാർ, ഏവർക്കും ഹരിതം ബുക്സിൻ്റെ പേരിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു. കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്ക് നന്ദി, നമസ്കാരം.